എല്ലാവർക്കും നമസ്കാരം. മകയിരം നക്ഷത്രത്തിനെക്കുറിച്ചുള്ള സാമാന്യമായ വിവരണം ആണ് നൽകുന്നത്. നക്ഷത്രഗണനയിൽ 5ാമത്തെ നക്ഷത്രമാണ് മകയിരം. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവം രാശിയിലും രണ്ടാമത്തെ പകുതി 3-4 പാദങ്ങൾ മിഥുനം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ചന്ദ്രനും നക്ഷത്രനാഥൻ അതായത് ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദശ ആരംഭിക്കുന്നത് ചൊവ്വ ദശയിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് അർത്ഥം. നക്ഷത്രത്തിൻ്റെ പക്ഷി എന്ന് പറയുന്നത് പുള്ളും, ഇതിൻ്റെ മൃഗം എന്ന് പറയുന്നത് പാമ്പ്, വൃക്ഷം എന്ന് പറയുന്നത് കരിങ്ങാലി വൃക്ഷവും ആണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമി തത്വത്തിലാണ് മകയിരം നക്ഷത്രം വരുന്നത്. ഗണം പറയുമ്പോൾ ദേവഗണമാണ്. ആൺ പെൺ വ്യത്യാസത്തിൽ പറയുമ്പോൾ ഇതൊരു സ്ത്രീ നക്ഷത്രമാണ് അല്ലെങ്കിൽ പെൺ നക്ഷത്രമാണ്. സംഖ്യാശാസ്ത്രപ്രകാരം ഇതിന് 5 എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അക്ഷരം ആയും മന്ത്രം നായും ആണ് എന്നാണ് പറയുന്നത്. തിര്യങ്മുഖ നക്ഷത്രമാണ്. മകയിര നക്ഷത്രത്തിന് പല പേരുകൾ പറയുന്നുണ്ട്. ഒന്ന് മൃഗശിരസ് എന്ന് പറയുന്നത്, രണ്ട് മൃഗശീർഷം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് മാനിൻ്റെ തലയുടെ ആകൃതിയിലുള്ള 3 നക്ഷത്രങ്ങളുടെ ഒരു സമുച്ചയം കൂട്ടമാണ് മകയിരം നക്ഷത്രമെന്ന് പറയുന്നത്. മറ്റു പല പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തേങ്ങയുടെ കണ്ണുപോലെ 3 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് എന്നും ആൾക്കാർ പറയുന്നുണ്ട്. ഈ നക്ഷത്രത്തിന് 2 രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടവം രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ്റെയും മിഥുനം രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ്റെയും നക്ഷത്ര ദേവതയായിട്ടുള്ള ചന്ദ്രൻ്റെയും നക്ഷത്രനാഥനായിട്ടുള്ള ചൊവ്വയുടെയും ഈ 4 ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു നക്ഷത്രത്തിനകത്ത് ഉണ്ട്. വളരെ ശ്രദ്ധാലുക്കളായിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയാം. മകയിര നക്ഷത്രത്തിലുള്ള ആൾക്കാർ ചുറ്റുപാടുമൊക്കെ നിരീക്ഷിക്കുന്നതിലും ഒക്കെ അവർക്കൊരു പ്രത്യേക പാഠവം തന്നെ ഉണ്ട്. ഒരു വലിയ കൂട്ടത്തിൽ ഇടപഴകാൻ വലിയ താല്പര്യം കാണിക്കാറില്ല. ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് താല്പര്യം കാണിക്കാറുണ്ട്. ഇവരുടെ ഒരു മാനസിക നിലവാരം നോക്കിയാൽ ഒരു നിഷ്കളങ്കത ഇവരിൽ എപ്പോഴും കാണും. ദയാപൂർണമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇവരിൽ മിക്കവാറും കാണിക്കാറുണ്ട്. കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം ഇവർ കാണിക്കാറുണ്ട്. ഇതെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതയാണെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇടവം രാശി ഒരു സ്ഥിര രാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകളിലും ചിന്തയിലും ഇവരുടെ പ്രവൃത്തികളിലും എല്ലാം തന്നെ ഒരു സ്ഥിരത ഉണ്ടായിരിക്കും. എത്ര കഠിനമായ ജോലിയും ഏറ്റെടുത്ത് ചെയ്യാനും ക്ഷമാപൂർവം ചെയ്യാനും ഒക്കെ ഇവർക്ക് സാധിക്കും. അധികം പെട്ടെന്ന് ദേഷ്യം വരാത്ത കൂട്ടത്തിലും ആയിരിക്കും ഇവർ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനും കുറച്ച് പ്രയാസമായിരിക്കും. ഇടവം ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് തന്നെ കലാപരമായ പല കാര്യങ്ങളിലും അഭിരുചി ഇവർക്ക് ഉണ്ടായിരിക്കും. പാട്ട്, ഡാൻസ്, നാടകം, നൃത്തം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതിലും ഇവർക്കൊരു അഭിരുചി ഉണ്ടായിരിക്കും. അതായത് ഒരു സ്ഥിരത പെട്ടെന്നുണ്ടാകുമെന്ന് വരില്ല. ഒരു അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നെന്ന് വരില്ല. എന്ത് കാര്യം അറിയണമെങ്കിൽ 2 പേരുടെയോ അതിൽ കൂടുതലുള്ള ആൾക്കാരുടെ ഇവർ ചിലപ്പോൾ അഭിപ്രായം ചോദിച്ചെന്ന് വരാം. നല്ല സംഭാഷണപ്രിയരായിരിക്കും. പ്രത്യേകിച്ചും ഫലിതങ്ങൾ പറയുന്നതിന്, തമാശകൾ പറയുന്നതിന്, ഹാസ്യത്തിൽ ഒക്കെ താല്പര്യം ഉണ്ടായിരിക്കും. ജ്യോതിഷം പഠിക്കുന്നതിന് ഇവർക്ക് പ്രത്യേകിച്ചൊരു അഭിരുചി ഉണ്ടായിരിക്കും. ആൾക്കാരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടാനും ഒക്കെ ഇവർക്ക് താല്പര്യമായിരിക്കും. ഇടവം രാശി യുഗ്മരാശിയാണ്. ഇടവം രാശിയിൽ ജനിക്കുന്ന മകയിരക്കാർക്ക് ഒരു ശ്രൈണത കൂടുതലായിരിക്കും. മിഥുനം രാശിയിൽ ജനിക്കുന്ന ആൾക്കാർ അത് ഓജരാശി ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊരു പൗരുഷം കുറച്ച് കൂടുതലായിരിക്കും. ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഫ്ലക്ച്വേഷൻസ് പലപ്പോഴും ഉണ്ടായിരിക്കും. സാമ്പത്തികത്തിൽ മാത്രമല്ല ഇവരുടെ അഭിവൃദ്ധിയിലും ഉയർത്ത താഴ്ചകൾ മിക്കവാറും കണ്ടേക്കും. ഏതൊരു വിപരീത സാഹചര്യത്തിലും തീരെ നിലവാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവർ പോകാറില്ല. ദശാനാഥനായിട്ടുള്ള ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ സഹോദര ഗുണം കൂടുതലായിരിക്കും. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പൊതുവിൽ വിദ്യാഭ്യാസം കുഴപ്പമുണ്ടാവാറില്ല. ശുക്രൻ്റെ ആണെങ്കിലും ബുധൻ്റെ ആണെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ പഠന കാര്യത്തിൽ ഇവർ മികവ് കാണിക്കാറുണ്ട്. കലാപരമായ മേഖലകളിൽ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും. സിനിമയിലോ ഫോട്ടോഗ്രാഫിയിലോ പാട്ട്, ഡാൻസ്, നൃത്തം തുടങ്ങിയിട്ടുള്ള മേഖലയിലെല്ലാം ഇവർക്ക് അതൊരു ഉപജീവന മാർഗമായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. നല്ല ടീച്ചറാവാൻ ഇവർക്ക് സാധിക്കും. ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ പിത്തത്തിൻ്റെ ആധിക്യമുള്ള രോഗങ്ങൾ വരാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ്. മകയിര നക്ഷത്രം കണ്ണ്, പുരികം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉള്ളതുകൊണ്ട്
രാത്രിയുള്ള ഉറക്കമില്ലായ്മ, ഇൻസോമിനിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യോഗ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. ഇതെല്ലാം കൂടെ മനസ്സിന്റെ നിലവാരത്തിന്റെ സന്തുലിതാവസ്ഥയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നർത്ഥം. വിവാഹം, കുടുംബജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവിൽ നല്ലൊരു കുടുംബജീവിതം ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇടവം രാശിയിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കാളിയുമായിട്ടുണ്ടാകാമെങ്കിലും വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോകാറില്ല. ബുധന്റെ രാശിയിലായിട്ടുള്ള മിഥുന രാശിയിലുള്ള ആൾക്കാർ കുറെ കൂടെ നല്ല സൗഹൃദപരമായിട്ടുള്ള നല്ലൊരു സമാധാനപരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം അവർക്ക് സാധാരണ കണ്ടുവരുന്നുണ്ട്. ഇവർക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനൻ രാശിയിലുള്ള മകരക്കാരെ സംബന്ധിച്ചിടത്തോളം 3, 4 പാദങ്ങളിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ പൊതുവിൽ പുറമെ ധൈര്യമൊക്കെ കാണിച്ചിരുന്നാലും ഉള്ളിൽ ഭയം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇത്തരം ആൾക്കാർ. അനുയോജ്യമായിട്ടുള്ള നിറം എന്ന് പറയുന്നത് ഇടവം രാശിയിൽ ജനിക്കുന്ന മകരം നാളുകാർക്ക് വെള്ളയും നീലയും, മിഥുനൻ രാശിയിലുള്ളവർക്കാണെങ്കിൽ പച്ചയോ നീലയോ ഉപയോഗിക്കാം. ഇവർക്ക് അനുയോജ്യമായ സംഖ്യകൾ സംഖ്യാശാസ്ത്ര പ്രകാരം, ന്യൂമറോളജി പ്രകാരമാണെങ്കിൽ 9, 6, 8, 5. 9 എന്ന് പറയുന്നത് ചൊവ്വയുടെ നമ്പറാണ്. 6 എന്ന് പറയുന്നത് ശുക്രന്റെ നമ്പറാണ്. 8 എന്ന് പറയുന്നത് ശനിയുടെ നമ്പറാണ്. 5 എന്ന് പറയുന്നത് ബുധന്റെ നമ്പറാണ്. മകര നക്ഷത്രക്കാര് ചന്ദ്രനെയും ചൊവ്വയും നക്ഷത്രനാഥനെയും നക്ഷത്ര ദേവതയും ആരാധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. തിങ്കളാഴ്ച വ്രതം നോക്കുന്നത് നന്നായിരിക്കും. ചന്ദ്രന് പക്ഷബലം ഉണ്ടെങ്കിൽ രാജരാജേശ്വരിയെ ആരാധിക്കാം. പക്ഷബലം ഇല്ലെങ്കിൽ ഭദ്രകാളിയോ ദുർഗയോ അങ്ങനെയൊക്കെ ആരാധിക്കാം. നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നത് പൊതുവിൽ നല്ലതാണ്. ദിവസവും രാവിലെ ചന്ദ്രന്റെ ബീജമന്ത്രം പറയുന്നത് നല്ലതാണ്. ചന്ദ്രന്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രാം ശ്രീം ശ്രൗം സഹ ചന്ദ്രമസേ നമഃ. ഇതൊരു 108 പ്രാവശ്യം ദിവസവും പറയുക. വലിയ ചിലവൊന്നുള്ള കാര്യമല്ലല്ലോ. ദിവസവും പറയുന്നത് പൊതുവിൽ നല്ലതാണ്. ദശാനാഥന്റെ മന്ത്രം എന്ന് പറയുന്നത് ഓം ക്രാം ക്രീം ക്രൗം സഹ ഭൗമായ നമഃ. ഇതും 108 പ്രാവശ്യം. ഇത് 1000 ശിഷ്ടം പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ തന്നെയും 108 പ്രാവശ്യമെങ്കിലും ദിവസവും രാവിലെയോ വൈകുന്നേരമോ ജപിക്കുന്നത് മനസ്സിന് സമാധാനം തരാനും പൊതുവിലുള്ള അഭിവൃദ്ധിക്കും ഒക്കെ നല്ലതാണ്. നമസ്കാരം.